പ്രചാരണം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, താളമേളങ്ങളെല്ലാം തന്നെയുണ്ട്. ഈ ബാൻഡുമേളമൊക്കെ ആയിട്ട് ഈ ഒരു വിജയാഹ്ലാദം കാണാൻ തന്നെ നിരവധി ആളുകൾ ഈ കോഴിക്കോട് അങ്ങാടി തന്നെ ശരിക്കും ഉണർന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. KPCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കം കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും ഉണ്ട്. അതുകൂടാതെ തന്നെ നിരവധി ആളുകൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. ഇവിടെ ആവേശം ഇങ്ങനെ കൊട്ടിക്കേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു ദൃശ്യത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈ കൊടി പിടിച്ചുകൊണ്ട് തന്നെ വലിയ ആവേശത്തിൽ നൃത്ത ചുവടുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരു ചേട്ടൻ ഡാൻസ് കളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് മൊത്തം വിജയമാണ്. ഇന്ത്യക്കാർക്ക് മൊത്തം വിജയം പ്രിയങ്കന്റെ വിജയം. എനിക്ക് ആൾ പറഞ്ഞ് എനിക്ക് കേൾക്കുന്നില്ല, കാരണം ഭയങ്കര ബഹളമാണ് ഇവിടെ. അതായത് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ മധുര വിതരണവും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊന്നും കേൾക്കുന്നില്ല. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആഘോഷം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിച്ചുകൊണ്ടും അതുപോലെ തന്നെ പാട്ട് പാടിക്കൊണ്ടും ഒരു കൂട്ടർ പുറകിലൂടെ പാട്ട് പാടിക്കൊണ്ടൊക്കെ കുറെ ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു പരിപാടിയിലേക്ക് നിരവധി ആളുകൾ പങ്കുചേരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാളിദാസ്, തീർച്ചയായും കാളിദാസ്, എനിക്കിപ്പോ ഈ ഒരു പരിപാടികൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇവരോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും വിജയം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. മുക്കത്തും തിരുവമ്പാടിയിലുമായി നിരവധി ആളുകളാണ് ഈ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ചേരുന്നുണ്ട്. അതായത് ഈ ഇരട്ടി മധുരമാണ്. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഉൾപ്പെടുന്ന മണ്ഡലമാണ് വയനാട്. പോളിംഗ് കുറഞ്ഞു, 10% പോളിംഗ് കുറഞ്ഞിട്ടും 1,00,000 വോട്ടിലേറെയാണ് പ്രിയങ്കാന്റെ ഭൂരിപക്ഷം. പാലക്കാട്ട് അപ്രതീക്ഷിത ഭൂരിപക്ഷം. ചേലക്കരയിൽ LDF ഭൂരിപക്ഷം കുറഞ്ഞു. ഇത് LDF ഭരണത്തിന്റെ അന്ത്യമെടുത്തു എന്നുള്ള
ശക്തമായ സൂചനയാണ്, സന്ദേശമാണ്. 2026 UDF-ന്റെ തിരിച്ചുവരവ് ഉറപ്പാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായും എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വിജയം തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പ്രതികരണം തേടിയപ്പോൾ പോലും എല്ലാവർക്കും പറയാനുള്ളത് പ്രിയങ്കയ്ക്ക് തന്നെയാണ്, പ്രിയങ്ക എന്നുള്ളത് തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. എന്തായാലും ഇവിടെ ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരത്തിൽ ഞാനും ഒരു ലഡു കൈക്കലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ലഡു വിതരണമൊക്കെ ഇവിടെ ഇങ്ങനെ സുലഭമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. കൊച്ചുകുട്ടികൾ അതുപോലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ